അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 2ാം ക്ലാസ്സിലെ ലിസാൻ ഖുർആനാണ്. ഹെഡിങ് 5ാം പാഠമാണ് അദ്ദർസുൽ ഖാമിസു, പാഠം 5. ദാലിക ബുർതുകാലുൻ. ഹെഡിങ് അതാണ്. ദാലിക ബുർതുകാലുൻ, ദാലിക ബുർതുകാലുൻ, അതാണ് നമ്മുടെ ഹെഡിങ്. ഇൻഷാ അല്ലാഹ് എന്താണത് സംബന്ധമായിക്കൊണ്ട് പറയുന്നത് എന്ന് നമുക്ക് നോക്കാവുന്നതാണ്. ഹെഡിങ് എന്താണ്? ദാലിക ബുർതുകാലുൻ. ഇനി കുറച്ച് നമുക്ക് ഫോട്ടോകൾ കാണാൻ കഴിയും. നമ്മൾ ദിവസേന കാണുന്ന അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന പഴങ്ങളുടെ ചിത്രങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാം. അതുണ്ടോ അല്ലേ? ഇതിനെന്താ പേര് പറയല്? നമ്മുടെ മലയാളത്തിൽ, നമ്മുടെ ഭാഷയിൽ എന്ത് എന്ന് പറയും പേര്? അപ്പോൾ അതാണ് അറബ്. ഇതിനെന്താണ് നമ്മളെ മലയാള ഭാഷയിൽ, എന്താ അതിന് പേര് പറയാ? കണ്ടില്ല നിങ്ങളെല്ലാവരും കഴിച്ചിട്ടുണ്ടായിരിക്കാം അല്ലേ? നല്ല കുട്ടികളായിട്ട് ഉഷാറായി പഠിക്കണേ ഇൻഷാ അല്ലാഹ്. ഇതുണ്ടോ? ഇത് നമ്മൾ കഴിച്ചിട്ടുണ്ടാവും. നമ്മുടെ വീട്ടിലൊക്കെ കറി വെക്കാറുണ്ടാവും, പലതിനും ഉപയോഗിക്കാറുണ്ട് അല്ലേ? നിങ്ങൾക്ക് ഇതിൻ്റെ പേരറിയാം. നമ്മളൊക്കെ കഴിക്കുന്നതാണ്, നമ്മളെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് ഇതൊക്കെ. കണ്ടോ? ഇതൊക്കെ നമ്മൾ ദിവസേന ചിലപ്പോൾ ഈ വർഷം ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. ഇത് റമളാനിക്ക് എന്തായാലും ഉണ്ടാവും അല്ലേ? ഇൻഷാ അല്ലാഹ്. ഇതൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മുടെ പാഠങ്ങൾ ഉള്ളത്. ഇൻഷാ അല്ലാഹ് അത് ഇതിനെ സംബന്ധിച്ചു കൊണ്ടൊക്കെ എന്തൊക്കെയാണ് പറയുന്നത് നമുക്ക് നോക്കാവുന്നതാണ്. നല്ലതുപോലെ ഉഷാറായി പഠിക്കണം കേട്ടോ ഇൻഷാ അല്ലാഹ്. അറബി നമ്മൾ ഉപയോഗിക്കണം ഏത് സമയം? ലിസാന്റെ സമയത്ത്. ദാലിക ബുർതുകാലുൻ അല്ലേ? നേരത്തെ നമ്മളൊരു ഫോട്ടോ കാണിച്ചെന്ന് ആ ചിത്രം കൊടുത്തിട്ടാണ്. അത് ഓറഞ്ചാണ്, അത് ഓറഞ്ചാണ്. ദാലിക ബുർതുകാലുൻ, അത് ഓറഞ്ചാണ് അല്ലേ? ദാലിക ബുർതുകാലുൻ, അത് ഓറഞ്ചാണ് അല്ലേ? അപ്പോൾ ദാലിക എന്നുള്ളത് ഇപ്പോൾ എന്തിനാണ് ഉപയോഗിച്ചത് നമുക്ക് മനസ്സിലായ. അത് എന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ ഇത് എന്നല്ല. അടുത്ത നോക്കാം നിങ്ങൾ. തിൽക തുഫാഹത്തുൻ, തിൽക തുഫാഹത്തുൻ. എന്താ അതിൻ്റെ അർത്ഥം? അത് ആപ്പിളാണ്. തിൽക തുഫാഹത്തുൻ, അത് ആപ്പിളാണ് അല്ലേ? നല്ല മധുരമുള്ള ആപ്പിള് നിങ്ങളൊക്കെ കഴിച്ചിട്ടില്ലേ? തിൽക തുഫാഹത്തുൻ, അത് ആപ്പിളാണ്. ഇനിയൊക്കെ നിങ്ങൾ ഇതെന്താ സാധനം നിങ്ങൾക്ക് അറിയില്ലേ? ദാലിക ബാമിയ. എന്താ പറയാ? ദാലിക ബാമിയ. എന്താ എൻ്റെ മലയാള ഭാഷ? അത് വെണ്ടയാണ്. മനസ്സിലായില്ലേ? ദാലിക ബാമിയ, അത് വെണ്ടയാണ്. വെണ്ട നമ്മൾ കറിയൊക്കെ വെക്കൂലേ? അതാണ് അല്ലേ? ദാലിക ബാമിയ, അത് വെണ്ടയാണ്. ദാലിക ബാമിയ, അത് വെണ്ടയാണ്. നോക്കാം നമുക്ക് അടുത്തത്. അല്ലാഹ്, ദിവസേന നമ്മൾ കഴിക്കുന്ന സാധനമാണ്. തിൽക ബിത്തീഖത്തുൻ, തിൽക ബിത്തീഖത്തുൻ. എന്താ അർത്ഥം? അത് വത്തക്കയാണ്, അത് വത്തക്കയാണ്. തിൽക ബിത്തീഖത്തുൻ, അത് വത്തക്കയാണ് അല്ലേ? തിൽക ബിത്തീഖത്തുൻ, അത് വത്തക്കയാണ്. മനസ്സിലായില്ലേ? എന്താ പറയാ? തിൽക ബിത്തീഖത്തുൻ, അത് വത്തക്കയാണ്. നമ്മൾ ചോദിക്കുകയാണ്. ഒരു കോയിനെ അല്ലേ കാണിച്ചില്ലേ? മാ ദാലിക, മാ ദാലിക, മാ ദാലിക എന്ന് കോയിനെ ചൂണ്ടിങ്ങാണ്ട് നമ്മൾ ചോദിക്കുകയാണ്. അപ്പൊ അതിന് ഉത്തരം എന്താണ് നമ്മൾ പറയാ? മാ ദാലിക എന്ന് കോയിനെ ചൂണ്ടിട്ട് പറഞ്ഞാൽ അതിന് ഉത്തരം എന്താണ്? ദാലിക ദീഖുൻ, ദാലിക ദീഖുൻ, അത് പൂവൻ കോഴിയാണ്, അത് പൂവൻ കോഴിയാണ്. ദാലിക ദീഖുൻ, അത് പൂവൻ കോഴിയാണ്. കണ്ടോ? ഇനി അടുത്ത ചോദ്യമാണ്. മാ തിൽക അല്ലേ?
പെടക്കോയിനെ ചൂണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മാ തിൽക്ക എന്ന് ചോദിച്ചത്. നേരത്തെ അത് മാ ദാലിക്ക എന്നാ പറഞ്ഞത്, പൂവൻകോയിനെ ചൂണ്ടിങ്ങാണ്ട്. ഇപ്പൊ നമ്മൾ പെടക്കോയിനെ ചൂണ്ടിങ്ങാണ്ട് എന്താണ്? മാ തിൽക്ക എന്നാ ചോദിച്ചത്. അപ്പൊ ഉത്തരം എന്താ? തിൽക്ക ദജാജത്തുൻ. തിൽക്ക ദജാജത്തുൻ. അർത്ഥം അത് പിടക്കോഴിയാണ്. അത് പിടക്കോഴിയാണ്. തിൽക്ക ദജാജത്തുൻ. അത് പിടക്കോഴിയാണ്. പറയും. തിൽക്ക ദജാജത്തുൻ. അത് പിടക്കോഴിയാണ്. ഇനി ഒരു കുട്ടിനെ ചൂണ്ടിയിട്ടാ പറയുന്നത്. മങ്കാലിക്ക. ദൂരത്തുള്ള ഒരു കുട്ടിയാട്ടാ. മങ്കാലിക്ക. എടുത്തൊന്നല്ലേ, ദൂരത്തുള്ള ഒരു കുട്ടിയെ ചൂണ്ടിയിട്ടാണ് ചോദിക്കുന്നത് നമ്മുടെ അടുത്തുള്ള ആളോട്. മങ്കാലിക്ക എന്ന് ചോദിച്ചാൽ ഉത്തരം ദാലിക വലതുൻ. ദാലിക വലതുൻ. എന്താർത്ഥം? അത് ആൺകുട്ടിയാണ്. അത് ആൺകുട്ടിയാണ്. ദൂരത്തുള്ളതാണ്, അതാണോ പെണ്ണോ നമുക്കറിയില്ലല്ലോ. അപ്പൊ ഒരാള് പരിചയമുള്ള ആളെ പറയുന്നത് ദാലിക വലതുൻ. അത് ആൺകുട്ടിയാണ്. അത് ആൺകുട്ടിയാണ്. ഇനി നോക്കണേ, മൺ തിൽക്ക. മൺ തിൽക്ക. ഒരു പെണ്ണിനെ ചൂണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ദൂരത്ത് നിൽക്കുന്ന ഒരു പെണ്ണിനെ ചൂണ്ടിയിട്ട് ചോദിക്കാണ്. മൺ തിൽക്ക. മൺ തിൽക്ക എന്ന് ദൂരത്തുള്ളൊരു പെണ്ണിനെ ചൂണ്ടിങ്ങാണ്ട് ചോദിക്കുമ്പോൾ അതിന്റെ ഉത്തരം എന്താണ്? മൺ തിൽക്ക എന്ന് ഒരാൾ ഒരു പെണ്ണിനെ ചൂണ്ടി ചോദിച്ചാൽ അതിന് ഉത്തരം എന്ത് പറയും? അതാണ് തിൽക്ക ബിൻതുൻ. തിൽക്ക ബിൻതുൻ. അർത്ഥം അത് പെൺകുട്ടിയാണ്. അല്ലേ? അത് പെൺകുട്ടിയാണ്. തിൽക്ക ബിൻതുൻ. അത് പെൺകുട്ടിയാണ്. വായിക്കി. തിൽക്ക ബിൻതുൻ. അത് പെൺകുട്ടിയാണ്. തിൽക്ക ബിൻതുൻ. അത് പെൺകുട്ടിയാണ്. ഇനി അടുത്ത എന്താ നോക്കാണി? നമ്മൾക്ക് അടുത്ത നോക്കല്ലേ. അടുത്ത എന്താ വരുന്നില്ലേ? എന്താ വളരെ ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുന്നു. നോക്കാണി അല്ലേ? നേരത്തെ ചോദിച്ച തന്നെയാണ്. മൺ തിൽക്ക എന്ന് പെണ്ണിനെ ചൂണ്ടിങ്ങാണ്ട്, മൺ ദാലിക്ക ആണിനെ ചൂണ്ടിങ്ങാണ്ട് ചോദിക്കുന്നത്. അപ്പൊ പെണ്ണിനെ, ദൂരത്തുള്ള പെണ്ണിനെ ചൂണ്ടിങ്ങാണ്ട് ചോദിക്കുമ്പോ മൺ തിൽക്ക എന്നും, ദൂരത്തുള്ള ആണിനെ ചൂണ്ടിങ്ങാണ്ട് ചോദിക്കുകയാണെങ്കിൽ മൺ ദാലിക്ക എന്നാണ് ചോദിക്കേണ്ടത്. അപ്പൊ ചോദിക്കേണ്ടത് മനസ്സിലായില്ലേ? ദൂരത്തുള്ള പെണ്ണാണെങ്കിൽ മൺ തിൽക്ക, ദൂരത്തുള്ള ആണാണെങ്കിൽ മൺ ദാലിക്ക. അപ്പൊ ഞാൻ എൻ്റെ ഉത്തരം എങ്ങനെ വരിക നോക്കാം നമുക്ക് കേട്ടോ. എൻ്റെ ഉത്തരം എങ്ങനെ വരണം അത് നോക്കണ്ടേ? അതൊക്കെ നോക്കണേ. ഇനി വേറെന്താണ് ചോദ്യം വരുന്നത് അതും നോക്കണം. വേറെ ഏതെങ്കിലും ചോദ്യം വരുന്നുണ്ടോ എന്ന് നോക്കണ്ടേ? എല്ലാവരും നോക്കിയിട്ട് ഉഷാറായിട്ട് നോക്കണേ. നന്നായി നോക്കി പഠിക്കണം നിങ്ങള്. ഇതൊക്കെ എന്തിനാ, അർത്ഥങ്ങളൊക്കെ നല്ലപോലെ നിങ്ങൾ നോട്ട് പുസ്തകത്തിൽ എഴുതി വെക്കണം കേട്ടോ. പറഞ്ഞതുപോലെ നിങ്ങൾ എന്താണ്, തെറ്റുകൂടാതെ നല്ല വൃത്തിയിലായി അറബി എഴുതുക. നേരെ അതിൻ്റെ അടുത്ത് അതിന് പറയുന്ന അർത്ഥവും നിങ്ങൾ എഴുതി വെക്കണം. അപ്പൊ പഠിക്കാൻ തന്നെ സുഖമാണ്. അങ്ങനെ നമ്മൾ വായിച്ച് പഠിച്ച് അറബി പറയാൻ ഉപയോഗിക്കുക. ലിസാനിന്റെ സമയത്ത് നമ്മൾ അറബി തന്നെ പറയണം കേട്ടോ. ഇൻഷാ അല്ലാഹ്. ലിസാന്റെ സമയത്ത് നമ്മൾ എന്ത് പറയണം? അറബി തന്നെ ഉപയോഗിക്കാൻ, അറബി പറഞ്ഞുകൊണ്ട് തന്നെ ഉപയോഗിക്കാന് മലയാളം കുറക്കുക കേട്ടോ. ഇൻഷാ അല്ലാഹ്. അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വളരെ ഭംഗിയായിട്ട് വളരെ ധൈര്യമായി നമുക്ക് എന്ത് ചെയ്യാം, അറബി ആരുടെ മുമ്പിലും സംസാരിക്കാൻ കഴിയും. അതുകൊണ്ടാണ്. നോക്കാം നിങ്ങള് അടുത്തത് നോക്കാം നിങ്ങള്. മാ തിൽക്ക മാ ദാലിക്ക. വത്തക്കേനെ ചൂണ്ടിങ്ങാണ്ട് ചോദിക്കുമ്പോ മാ തിൽക്ക എന്നാണ്. പിന്നെ വെണ്ടയെ ചൂണ്ടിങ്ങാണ്ട് ചോദിക്കുകയാണെങ്കിൽ മാ ദാലിക്ക എന്നാ ചോദിച്ചത് അല്ലേ? മാ തിൽക്ക ദൂരത്തുള്ള വത്തക്കയെ ചൂണ്ടിങ്ങാണ്ട് ചോദിച്ചു. മാ ദാലിക്ക ദൂരത്തുള്ള വെണ്ടയെ ചൂണ്ടിക്കാണ്ടാണ് ചോദിച്ചത്. അപ്പൊ അതിന്റെ ഉത്തരങ്ങളൊക്കെ ഇനി എന്താ വരിക? ഇപ്പോ നേരത്തെ 2 ചോദ്യം ചോദിച്ചു, ഇപ്പോ 2 ചോദ്യം ചോദിക്കുന്നു. ഇനി അതിന്റെ ഉത്തരങ്ങൾ അല്ലേ? 4 ഉത്തരങ്ങൾ നമ്മൾ പഠിക്കണം. 4 ഉത്തരം പഠിക്കണ്ടേ? 4 ഉത്തരങ്ങൾ നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ? അതാണ്. ഓക്കെ, എന്താ പറയാ,
എന്ത് പറയണം? ഉഷാറായങ്ങോട്ട് പഠിക്കും ട്ടാ. കണ്ടാ അതാ തിൽക ബിത്തീഖത്തുൻ, തിൽക ബിത്തീഖത്തുൻ, തിൽക ബിത്തീഖത്തുൻ, ദാലിക ബാമിയ, ദാലിക ബാമിയ. അല്ലേ? അപ്പോൾ പിന്നെ വത്തക്കയെ ചൂണ്ടിങ്ങാണ്ട് ചോദിച്ചപ്പോൾ അതിന് ഉത്തരം നമ്മൾ എന്താ പറയണം? തിൽക ബിത്തീഖത്തുൻ. വെണ്ടയെ ചൂണ്ടിങ്ങാണ്ട് ചോദിച്ചപ്പോൾ നമ്മൾ അതിൻ്റെ ഉത്തരം എന്ത് പറയണം അറബിയിൽ? ദാലിക ബാമിയ, ദാലിക ബാമിയ, ദാലിക ബാമിയ. അല്ലേ? നല്ലപോലെ എന്ത് ചെയ്യണം? നിങ്ങൾ പഠിക്കൂലേ? ഉഷാറായി പഠിക്കണം കേട്ടാ, നല്ലോണം പഠിക്കണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ കേട്ടാ. അപ്പോൾ 4 ചോദ്യം 4 ഉത്തരം, 4 ചോദ്യം ചോദിച്ചു, 4 ഉത്തരവും നമ്മൾ പഠിച്ചു കേട്ടോ. ദൂരത്തുള്ളത് വസ്തുക്കളെ ചൂണ്ടി ചോദിക്കുമ്പോൾ പിന്നെ ആണിനാണെങ്കിൽ ദാലിക എന്നാണ് ഉപയോഗിക്കുക, പെണ്ണിനാണെങ്കിൽ ഇന്ന് ചൂണ്ടിയിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ തിൽക എന്നാണ് ചോദിക്കേണ്ടത് കേട്ടോ. ആണിനാകുമ്പോൾ ദാലിക എന്നും ഉപയോഗിക്കും, പെണ്ണിനാകുമ്പോൾ തിൽക എന്നുമാണ് ഉപയോഗിക്കുക കേട്ടോ. മനസ്സിലായില്ലേ? അപ്പോൾ നല്ലോണം ലിസാനുൽ ഖുർആൻ അറബി ഉപയോഗിച്ച് കണ്ട് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കൂട്ടുകാരോട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണം അറബി. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യുക? അറബി നല്ലപോലെ പഠി കേട്ടോ. ഇനി ഇതെന്താ, ഇതിനൊക്കെ എന്താ അറബി പറയാ? ഇതിനെന്താ അറബി പറയാ? ഇതിന് എന്താണ് അറബിയിൽ നമ്മൾ ചോദിക്കുക? ദൂരത്താണ് എന്ത് ചോദിക്കുക? ഇതിനെന്താണ് നമ്മൾ അറബിയിൽ ചോദിക്കുക? അതിന് ഉത്തരം നിങ്ങൾ കണ്ടുപിടിക്കണേ. നിങ്ങൾ നോട്ട് പുസ്തകത്തിൽ എഴുതണം കേട്ടാ. അടുത്തത് നോക്കാം. അടുത്തതിന് എന്താണ് നമ്മൾ അറബിയിൽ ചോദിക്കുക എന്നുള്ളത്? അടുത്തതിന് അറബി നമ്മൾ എന്ത് ചോദിക്കും? നോക്കണം നിങ്ങൾ കേട്ടോ. ഉഷാറായി ചോദിച്ച് പഠിക്കണം കേട്ടോ. ഇൻഷാ അല്ലാഹ്. ഇതിനെന്താ നമ്മൾ അറബി ചോദിക്കുക? അറബിയിൽ ഇതിനെന്ത് ചോദിക്കും? അങ്ങനെ ചോദിക്കുമ്പോൾ അറബിയിൽ എന്താണ് എന്ന് ഉത്തരം പറയുക? അറബിയിൽ ഇതിനെ എന്ത് കുറിച്ചാണ് ചോദിക്കുക? എങ്ങനെ ചോദിക്കുക? അപ്പോൾ അറബിയിൽ അതിന് ഉത്തരം എങ്ങനെ പറയും? നമ്മൾ കൂട്ടുകാരോട് എന്ത് ചെയ്യുക? അറബിയിൽ ചോദിക്കുക. കൂട്ടുകാരോട് അറബിയിൽ അതിന് ഉത്തരം പറയാ. അവരോട് നമ്മൾ ഇങ്ങോട്ട് ചോദിക്കാൻ പറയാ. അപ്പോൾ നമ്മൾ ഉത്തരം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക എനിക്ക് കേട്ടോ. അങ്ങനെ നിങ്ങൾ പഠിക്കുമ്പോഴാണ് അറബി നമുക്ക് കിട്ടും. ഇതിനെന്താണ് അറബിയിൽ പറയാ ചോദിക്കുക? അറബിയിൽ ഇതിനെങ്ങനെ ചോദിക്കുക? ഇതിനൊക്കെ നമ്മൾ തിൽക എന്നാണ് വെച്ചെടുക്കുക, ദാലിക എന്നാണ് വെച്ചെടുക്കുക. അങ്ങനെ വെച്ചിട്ട് ചോദിക്കുക. അങ്ങനെ അതിൻ്റെ ഉത്തരം എന്ത് ചെയ്യണം? അറബിയിൽ നമ്മൾ പറയുകയും ചെയ്യണം കേട്ടോ. നല്ലതുപോലെ ഉഷാറായി പഠിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മളെ നല്ലതുപോലെ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. മാതാപിതാക്കളുടെ പൊരുത്തം സമ്പാദിച്ചതായ മക്കളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നല്ലതുപോലെ നല്ലോണം പഠിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. പഠിക്കുന്നത് ഏത് കാര്യമാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു നമ്മളെ സഹായിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത് നിങ്ങളുടെ വീടുകളിൽ, നിങ്ങളുടെ അടുത്തുള്ള ആളുകൾക്കൊക്കെ, വീഡിയോ കാണാത്ത ആളുകളിലേക്ക് നിങ്ങളിത് ഷെയർ ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് നിങ്ങൾ എത്തിക്കുകയും ചെയ്യണം കേട്ടോ. ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഇതോടുകൂടെ മറ്റുള്ളവർ പഠിച്ചാൽ നമുക്കൊക്കെ കൂലിയാണ് കേട്ടോ. എനിക്ക് മാത്രമല്ല, നിങ്ങൾക്കൊക്കെ കൂലി കിട്ടും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? മറ്റുള്ളവർക്ക് നിങ്ങളത് എത്തിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ സെൻഡ് ചെയ്യണേ. മറ്റുള്ളവരിലേക്കൊക്കെ നിങ്ങളത് എന്ത് ചെയ്യുക? എത്തിച്ചു കൊടുക്കണം കേട്ടോ. അള്ളാഹു നമ്മളെ നല്ലവർ ഉൾപ്പെടുത്തുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.